അബുദാബിയിലെ പ്രധാനപ്പെട്ട ചില മ്യൂസിയങ്ങളിലേക്ക് യു എയിലെ റെസിഡൻസിന് ഫ്രീ എൻട്രി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്റർനാഷണൽ മ്യൂസിയം ഡേയോടനുബന്ധിച്ച്. മെയ് 16, 17, 18 ഈ 3 ദിവസങ്ങളിലാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഉണ്ടായിരിക്കുക. ലൂവർ അബുദാബി, സയ്യിദ് നാഷണൽ മ്യൂസിയം, നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം, കാസർ അൽ ഹുസൻ, അലൈൻ മ്യൂസിയം, ഡെൽമ മ്യൂസിയം, മുസഫയിലുള്ള അൽമക്ത മ്യൂസിയം എന്നിവിടങ്ങളിലേക്കാണ് ഇങ്ങനെ ഒരു ഫ്രീ എൻട്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം, കയ്യിൽ വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ID ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിലേക്ക് എത്തുന്നു. 2026 മെയ് 15 വെള്ളിയാഴ്ചയാണ് അദ്ദേഹം യു എ സന്ദർശനത്തിനായി എത്തുന്നത്. 5 വിദേശ രാജ്യങ്ങളിലായുള്ള അദ്ദേഹത്തിന്റെ പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു വിസിറ്റ്. യു എ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ മേഖലയിലെ സഹകരണമായിരിക്കും മുഖ്യ ചർച്ചാ വിഷയമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ യു എയിൽ 45 ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമ വിവരങ്ങളും ചർച്ച ചെയ്യും. ഇന്ത്യയുടെ ഏറ്റവും വലിയ 3ാമത്തെ വ്യാപാര പങ്കാളിയാണല്ലോ യു എ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഒരു കൂടിക്കാഴ്ച വളരെ നിർണായകം തന്നെയായിരിക്കും. ഷാർജ മലിഹ റോഡിൽ പുതിയൊരു മേൽപ്പാലം വരുന്നു. 14 കോടി ദർഹംസ് ചിലവിട്ടിട്ടാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത്. ഖലീഫ ബിൻ സയ്യിദ് റോഡിനെ മലിഹ റോഡുമായി കണക്ട് ചെയ്യുന്നതാണ് ഈ പുതിയ മേൽപ്പാലം. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കുമെന്നും 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് ഷാർജ RTA ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. ഇരു ദിശകളിലും 3 ലൈനുകൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബുദാബി മുസഫയിലെ 5 ഏരിയകളിൽ കൂടി പെയ്ഡ് പാർക്കിംഗ് സംവിധാനം വരികയാണ്. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഘട്ടം ഘട്ടമായി അബുദാബി മുസഫയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പെയ്ഡ് പാർക്കിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു വരികയാണ്. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് മെയ് 18 മുതൽ 5 സെക്ടറുകളിലായിരിക്കും. M5, M6, M21, M22, M23 എന്നീ സെക്ടറുകളിലാണ് പെയ്ഡ് പാർക്കിംഗ് നിലവിൽ വരിക. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പാർക്കിംഗ് ഫീസ് 2 ദർഹംസ് ആയിരിക്കും മണിക്കൂറിന് നൽകേണ്ടി വരിക.